ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിന്റെ പല സ്റ്റേജുകളിലും പ്രയോജനപ്പെടുന്നത് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും ഉണ്ട് അല്ലേ? വളരെ യൂത്ത് ആയിട്ടുള്ള ഒരു ഘട്ടമുണ്ട്, അത് കഴിഞ്ഞ ഒരു മിഡിൽ ഏജ്, പിന്നെ ഒരു റിട്ടയർമെന്റ് ലൈഫ്, അങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഓരോ കാലഘട്ടത്തിൽ അനുയോജ്യമായ രീതിയിലുള്ള സെക്യൂരിറ്റി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും നമ്മുടെ ലൈഫിന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരാള് ഒരു കുട്ടി അതിന്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ജോലിയിൽ പ്രവേശിക്കുന്നു എന്ന് വിചാരിക്കാം. ആ ജോലിയിൽ പ്രവേശിക്കുന്ന ആ കാലഘട്ടം തുടങ്ങി ഒരു 30 ഏജ് വരെ ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു എന്താ ഒരു ആദ്യത്തെ ഒരു പ്രീ സ്റ്റേജിലാണ് കടന്നു പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേറെ ബാധ്യതകളൊന്നുമില്ല, കുടുംബമൊന്നും ആയിട്ടില്ല, വിവാഹിതരായിട്ടില്ല. അങ്ങനെയുള്ള ഇതിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ ഒരു ടേം ഇൻഷുറൻസ് ആണ് അവർ എടുക്കേണ്ടത്. കാരണം എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടാകും, ലോണായിട്ടും EMI ആയിട്ടും ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. വാഹനം വാങ്ങൽ, ഇതൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ ഒരു ബാധ്യത നമ്മൾ തീർക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. പിന്നെ ഒരു 30 തുടങ്ങി ഒരു 40 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരു കുടുംബമായിട്ട് മാറുന്നു, കുട്ടികളാവുന്നു, അങ്ങനെയുള്ള പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള പല സ്റ്റേജുകൾ. ആ സമയത്ത് നമ്മൾ ഒരു വോൾ ലൈഫ് പ്ലാനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജീവിതത്തിന്റെ ചെലവുകൾ, മറ്റ് മെഡിക്കൽ എമർജൻസീസ്, ഇതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് അത്തരം പോളിസികൾ നല്ലതാണ്. ഒപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയും കൂടി എടുക്കുക. അതിനുശേഷം വരുന്നതാണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നതിലേക്ക് വേണ്ട പ്രീ റിട്ടയർമെന്റ് ലൈഫ് ഏജ്. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 40 തുടങ്ങി 60 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ നമ്മൾ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമുക്ക് അവിടെ ഓൾ ലൈഫ് പ്ലാനും എടുക്കാം, അതുപോലെ തന്നെ മറ്റ് സേവിങ്സും, മ്യൂച്വൽ ഫണ്ട്, ഷെയർ ട്രേഡിങ്ങോ അങ്ങനെയുള്ള മറ്റ് യൂലിപ്പ് പോലെയുള്ളത് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷെയർ മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യാം, ഒപ്പം തന്നെ നമുക്കൊരു ലൈഫ് കവറേജും കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇത്തരം പല സ്കീമുകളിലൂടെ ആ കാലഘട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം വരുന്ന റിട്ടയർമെന്റ് ലൈഫ്, അതായത് 58-60 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ആ കാലഘട്ടം ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ട പ്ലാനാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ തന്നെ നമ്മൾ വോൾ ലൈഫ് എടുക്കുന്നുണ്ട്, അപ്പോൾ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ട പ്ലാനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ റിട്ടയർഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ റിട്ടേൺ കിട്ടി തുടങ്ങും, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന രീതിയിൽ നമ്മുടെ ആസ്തി നമ്മുടെ അടുത്ത ജനറേഷന് കൊടുക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഇൻഷുറൻസ് സ്കീമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.